ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാൻഡ് റിസോഴ്സുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഒന്ന് റിസോഴ്സ് എന്താണെന്നും അടുത്ത റിസോഴ്സുകളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സും അതുപോലെ സോയിൽ എന്താണെന്നുള്ള കാര്യവും. ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കിയാൽ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട റിസോഴ്സുകളെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നോക്കാം ലാൻഡ് റിസോഴ്സ്. ലാൻഡ് റിസോഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിന് വീണ്ടും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ എല്ലാതരം ആക്ടിവിറ്റീസ്, എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയാലും ശരി, നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? ലാൻഡിലാണ്. ചെടികളും മൃഗങ്ങളും മനുഷ്യനും എല്ലാം എവിടെയാണ്? ലാൻഡിലാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനും ഒക്കെ ലാൻഡിലാണ്. സോ ലാൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസോഴ്സാണ്. ഇന്ത്യയിലെ ലാൻഡ് നോക്കിയാൽ നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാം പ്രധാനമായിട്ട്: പ്ലെയിൻസ്, മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ്. പ്ലെയിൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലേ, സമതലങ്ങൾ, അതായത് നദികളുടെയൊക്കെ ഡെപ്പോസിഷൻ കാരണം ഫോം ചെയ്യുന്ന നിരന്ന സ്ഥലങ്ങൾ. ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്, 43% ഉണ്ട്. മൗണ്ടൻസ്, ഹിമാലയൻ മൗണ്ടൻസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, വിന്ധ്യ, സത്പുര ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരവല്ലി റേഞ്ചസ് ഒക്കെ 30% ലാൻഡും മൗണ്ടൻസിൽ വരും. പിന്നെ ഒരു 27% ലാൻഡ് വരുന്നത് പ്ലേറ്റ്യൂസിലാണ്. നിങ്ങൾക്കറിയാമല്ലേ, മിനറൽസ് ഒക്കെ ഉള്ള ടേബിൾ ലൈക്ക് ലാൻഡ് ഫോം മറ്റു സ്ഥലത്ത് നിന്ന് അല്പം ഉയർന്നിരിക്കുന്ന നമ്മുടെ ആ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അല്ലെ കർണാടകയൊക്കെ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് എന്താണ്? പ്ലേറ്റ്യൂ ആണ്. അങ്ങനെ 3 ടൈപ്പ് റീജിയൻസ് ആണ് നമുക്കിവിടെ മൊത്തത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തം ലാൻഡിൽ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ 43% ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് പ്ലെയിൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും കൃഷിക്കും മറ്റ് ഇൻഡസ്ട്രികളും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി 30% എന്ന് പറയുന്നത് മൗണ്ടൻസ് ആണ്. ഈ മൗണ്ടൻസ് ആണ് നമുക്ക് എന്ത് തരുന്നത്? നദികളും അതിൽ നിന്നുള്ള വെള്ളവും തരുന്നത്. പോരാതെ ടൂറിസത്തിനും എക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റിനും മൗണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന 27% എന്ന് പറയുന്നത് പ്ലേറ്റ്യൂ ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് മിനറൽസ് കിട്ടുന്നത് അല്ലേ. പെട്രോളിയം പോലെയുള്ള മിനറൽസ് തൊട്ട് അലുമിനിയവും അയണും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന പ്ലേറ്റ്യൂസിൽ നിന്നാണ്. സോ ഇതാണ് ലാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഏതൊക്കെ റിലീഫ് ഫീച്ചറിലാണ് ലാൻഡ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നോക്കാൻ പോകുന്നത് ലാൻഡിൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ടാണ്. നോക്കിയേ, നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ലാൻഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് എന്താണ്? അത് അഗ്രികൾച്ചറാണ്. അപ്പം ആ ഒരു ആസ്പെക്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന യൂട്ടിലൈസേഷനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് പ്രധാനമായിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തേത് കാടുകൾ, ഫോറസ്റ്റ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി ലാൻഡ് നോട്ട് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലാൻഡ് എന്ന് വെച്ചാൽ ഏതൊക്കെ അതിനകത്ത് വരും? ഒന്ന്, ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് അല്ലെ, തരിശായിട്ട് കിടക്കുന്ന ഭൂമി, എന്തെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ വന്നിട്ടോ ടോപ്പ് സോയിൽ ഇറോഷനൊക്കെ സംഭവിച്ചു ഉപയോഗമില്ലാതെ കിടക്കുന്ന വേസ്റ്റ് ലാൻഡ്. ബാരൻ ലാൻഡും വേസ്റ്റ് ലാൻഡും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ്, അതായത് ബിൽഡിംഗ് കെട്ടാനും റോഡ് വയ്ക്കാനും ഫാക്ടറി വയ്ക്കാനും നമുക്ക് മണ്ണിലല്ലേ സ്ഥലമുള്ളൂ. ഈ ലാൻഡ് എന്ന് വെച്ചാൽ അറിയാം, ഇതെന്താണ്? ഇതൊരു നിശ്ചിതമായിട്ടുള്ള അളവിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് അല്ലേ. ഈ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു അസറ്റാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കോൺസ്റ്റന്റ് ആണ്, കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള ലാൻഡ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നോൺ അഗ്രികൾച്ചറിന് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡാണ് ഇത്. ഇനി അൺകൾട്ടിവേറ്റഡ് ലാൻഡ്, അതായത് അതർ അൺകൾട്ടിവേറ്റഡ് ലാൻഡ് എന്ന് വെച്ചാൽ പെർമനന്റ് പാസ്ചറും ഗ്രേസിംഗ് ലാൻഡും എന്ന് വെച്ചാൽ പുൽമേടുകൾ, ഈ മൃഗങ്ങളൊക്കെ പുല്ല് കഴിക്കുന്ന സ്ഥലങ്ങളല്ലേ, പെർമനന്റ് പാസ്റ്റേഴ്സും ഗ്രേസിംഗ് ലാൻഡും. കൃഷിക്ക് ഉപയോഗിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ യൂസ് ഇതാണ്. ഇനി ലാൻഡ് അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ്, അതിന് ഗ്രൂവ്സ് നോട്ട് ഇൻക്ലൂഡ് ഇൻ നെറ്റ് സോൺ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക കൃഷിക്ക് വേണ്ടിയിട്ടല്ല ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. നമ്മൾ സിമ്പിൾ ഭാഷയിൽ പറയാൻ നമ്മുടെ നാട്ടിലൊക്കെ പല പറമ്പുകളും നമ്മൾ പറയാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒരു ചെടിയൊന്നും അല്ല നട്ടെടുക്കുന്നത്. ഏതൊക്കെ ചെടികൾ വളരുന്നുണ്ട്, അതിൻ്റെ ഉപയോഗം നമ്മൾ അതിൽ നിന്ന് ഫലങ്ങൾ എടുക്കാറുണ്ട്, എന്നാലും പ്രത്യേകിച്ച് കൃഷിക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. അങ്ങനത്തെ ലാൻഡാണ് ലാൻഡ് അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രോവ്സ് എന്ന് പറയും കാവുകൾ, അമ്പലങ്ങൾ മറ്റുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാവുകൾ. അവിടെയും മരങ്ങളുണ്ട്, പക്ഷേ അത് കൃഷി എന്നൊരു ആസ്പെക്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കൾട്ടിവറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് വെച്ചാൽ കൃഷിക്ക് യോഗ്യമായിട്ടുള്ള ലാൻഡാണ്, പക്ഷേ ഇത് 5 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൃഷിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ കൾട്ടിവറബിൾ വേസ്റ്റ് ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി വരുന്നത് ഫാലോ ലാൻഡാണ്. ഫാലോ ലാൻഡ് എന്ന് വെച്ചാൽ കൃഷിക്ക് പറ്റുന്ന സ്ഥലം ഇപ്പം കൃഷി ചെയ്യുന്നില്ല. 2 ടൈപ്പ് ഉണ്ട്, കറണ്ട് ഫാലോയും ഉണ്ട്, അതർ ദാൻ കറണ്ട് ഫാലോയും ഉണ്ട്. കറണ്ട് ഫാലോ എന്ന് വെച്ചാൽ 1 വർഷമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കിടക്കുന്ന
കൃഷിക്ക് പറ്റുന്ന ലാൻഡാണ് കറണ്ട് ഫാലോ ലാൻഡ് എന്ന് പറയുന്നത്. അതർ ദാൻ കറണ്ട് ഫാലോ ലാൻഡ് എന്ന് വെച്ചാൽ ഏതാണ്ട് 5 വർഷത്തിനകത്ത് കൃഷി ചെയ്യാതെ കിടക്കുന്നത്. 5 വർഷത്തിന് മുകളിൽ പോയാൽ എന്തിനകത്ത് പോകുന്നത്? കൾട്ടിവേറബിൾ വേസ്റ്റ് ലാൻഡിനകത്ത് പോകും. അപ്പോൾ ഇതാണ് ലാൻഡിൻ്റെ യൂട്ടിലൈസേഷൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, നോക്കിക്കോ. പ്രധാനമായിട്ടും കാടുകളുണ്ട്, തരിശ് ഭൂമിയുണ്ട്, ബിൽഡിങ്ങും മറ്റും നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, പെർമനന്റ് പാസ്റ്റേഴ്സും ഗ്രേസിംഗ് ലാൻഡുകളും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നടാതെ മിസലേനിയസ് ആയിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തില്ല? നെറ്റ് സോൺ ഏരിയ അത് ഉൾപ്പെടുത്തില്ല. നമ്മൾ കൃത്യം കൃഷി ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് സോൺ ഏരിയ എന്ന് വിളിക്കുന്നത്. 5ാമത് കിടക്കുന്നതാണ്, നമുക്ക് പറയാം, അതിലോട്ട് എത്താം. ഫാലോ ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? കൃഷിക്ക് പറ്റുന്ന ഇപ്പോൾ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ. 2 ടൈപ്പ്: കറണ്ട് ഫാലോ, അതർ ദാൻ കറണ്ട് ഫാലോ. കറണ്ട് ഫാലോ എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിനകത്തായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതർ ദാൻ കറണ്ട് ഫാലോ എന്ന് വെച്ചാൽ 5 വർഷത്തിനകത്ത് കൾട്ടിവേറ്റ് ചെയ്ത് കിടക്കുന്ന ലാൻഡ്. ലാസ്റ്റ് വരുന്നതാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് സോൺ ഏരിയ. അതായത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ് ഓൺ വിച്ച് ക്രോപ്സ് ആർ സോൺ ഹാർവെസ്റ്റഡ് ഈസ് നോൺ എസ് നെറ്റ് സോൺ ഏരിയ. കൃത്യമായി കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് ഏരിയ സോൺ മോർ ദാൻ വൺസ് ഇൻ എൻ അഗ്രികൾച്ചർ ഇയർ പ്ലസ് നെറ്റ് സോൺ ഏരിയ ഈസ് നോൺ എസ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ. ഈ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഒരു രാജ്യത്തിൽ ഇപ്പോൾ എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നു അതാണ് എന്ത്? ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരും? ഒരു വർഷത്തിനകത്ത്, അതായത് നമുക്ക് കറണ്ട് ഫാലോയും അതുപോലെ തന്നെ എന്താണ് നെറ്റ് സോൺ ഏരിയയും കൂടി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലാൻഡിൻ്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയും. ഇനി വരുന്നത് ലാൻഡിൻ്റെ യൂസ് പാറ്റേൺ. ഇന്ത്യയിൽ ലാൻഡ് യൂസ് പാറ്റേൺ അല്ലെങ്കിൽ ലാൻഡ് എന്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു, അതിലുണ്ടായ മാറ്റം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. 60-61 വർഷത്തിലെ കാലഘട്ടത്തിലും 2014-15 വന്ന മാറ്റങ്ങളാണ് നമുക്കിവിടെ ഈ പൈ ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് കളറുകൾ ഓരോ പ്രത്യേക യൂട്ടിലൈസേഷനാണ് കാണിക്കുന്നത്. ബ്ലൂ കളർ ഫോറസ്റ്റ്, ബാരൻ ആൻഡ് അൺകൾട്ടിവേറബിൾ വേസ്റ്റ് ലാൻഡ്, ഏരിയ ആൻഡ് നോൺ അഗ്രികൾച്ചർ യൂസ്, നെറ്റ് സോൺ ഏരിയ, ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ, കൾട്ടിവേറബിൾ വേസ്റ്റ് ലാൻഡ്, പെർമനന്റ് പാസ്റ്റേഴ്സ്, ഏരിയ ആൻഡ് മിസലേനിയസ് ക്രോപ്പ്. നമ്മളിപ്പോൾ യൂട്ടിലൈസേഷൻ പഠിച്ച എല്ലാം വന്നേക്കുന്ന മാറ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി 100% എടുത്താണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയുടെ മൊത്തം ഏരിയക്കകത്ത് ഉള്ള യൂട്ടിലൈസേഷൻ കാണിച്ചിരിക്കുന്ന, പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയ എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മോളിൽ പറഞ്ഞ കാര്യം വെറും അതിനകത്തുള്ള 93% ഏരിയയുടെ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ 100% എന്ന് കാണിച്ചാൽ കറക്റ്റ് എത്രയാണ്? 93% ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ, ഫോർ എക്സാമ്പിൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അതുപോലെ ജമ്മു കാശ്മീർ, പിന്നെ ചൈനയുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗം, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലാൻഡ് യൂസ് സർവേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവിടെ നമ്മുടെ കൺട്രോളല്ല. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മാപ്പിൽ കാണുന്നതാണെങ്കിലും അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കയ്യിലല്ലെന്നുള്ള മനസ്സിലാക്കുക. 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 3 ഭാഗമൊന്നുമല്ല, 2 ഭാഗം മെയിനായിട്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ആസാം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഈ ലാൻഡ് യൂസിൻ്റെ സർവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മണിപ്പൂരിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയിൽ കാണുന്നുണ്ടാവും. പിന്നെ ജമ്മു കാശ്മീരിലെ കുറച്ച് ഭാഗം പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. നമ്മൾ യുദ്ധത്തിൽ കുറച്ച് സ്ഥലം അവരെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുകയാണ്, നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല തിരിച്ച്. പിന്നെ വരുന്നത് ചൈന ഒക്കുപ്പൈ ചെയ്ത ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് അപ്പുറത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലം, അത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി വന്ന ലാൻഡിൽ വന്ന മാറ്റങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലാൻഡ് അണ്ടർ പെർമനന്റ് പാസ്റ്റർ. ഓക്കെ, ലാൻഡ് അണ്ടർ പെർമനന്റ് പാസ്റ്റർ എന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ വന്ന് പുല്ല് കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് 4.71 ആയിരുന്നത് 3.3 കുറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറയുമ്പോൾ നമ്മുടെ കാറ്റിൽ പോപ്പുലേഷൻ അത്യാവശ്യം ഇന്ത്യയിൽ നന്നായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അത് ഫുഡ് കഴിക്കുന്ന ഇവിടുന്ന്. അപ്പോൾ ആ ഏരിയ കുറഞ്ഞാൽ അത് അതിൻ്റെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ കറണ്ട് ഫാലോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വർഷമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് നടക്കുന്ന ലാൻഡ് ഒഴിച്ചാൽ ബാക്കി പറയുന്ന അതർ ദാൻ കറണ്ട് ഫാലോയും കൾട്ടിവേറബിൾ വേസ്റ്റ് ലാൻഡും ഒക്കെ എന്താണ്? വളരെ മോശം ക്വാളിറ്റിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃഷി ഭൂമിയായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇൻ കേസ് അങ്ങനെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഏതാണ്ട് 54% നമുക്ക് എന്തിനകത്താക്കി കിട്ടിയേനെ? നെറ്റ് സോൺ ഏരിയക്കകത്താക്കി കിട്ടിയേനെ. അങ്ങനെ നെറ്റ് സോൺ ഏരിയയിൽ 54% ഓഫ് ലാൻഡ് വന്നാൽ അത് കൃഷിക്ക് നല്ലത്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്ക് നല്ലതാണല്ലേ. നമുക്ക് ധാന്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യാതെ നമുക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റും.
അപ്പോൾ അതാണ് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നെറ്റ് സോൺ ഏരിയയുടെ കാര്യം പറയുമ്പോൾ പ്രശ്നമുണ്ട്. പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്ഥലത്ത് കൃഷി നന്നായിട്ടുണ്ട്. അവിടെയൊക്കെ ഏതാണ്ട് 80% ലാൻഡ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ മറ്റ് ചില സംസ്ഥാനങ്ങൾ, ഫോർ എക്സാമ്പിൾ അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ആൻഡമാൻ നിക്കോബാർ ഒക്കെ നോക്കി അവിടെയൊക്കെ വെറും 10% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൃഷി ചെയ്യുന്നുള്ളൂ. അതായത് നെറ്റ് സോൺ ഏരിയയുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് പല സ്റ്റേറ്റുകളിലും കൂടുതലാണെങ്കിലും മറ്റു കുറേ സ്റ്റേറ്റുകൾ അത് വളരെ കുറവാന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇനി ഫോറസ്റ്റിന്റെ കാര്യം നോക്കിയാലും പ്രശ്നമുണ്ട്. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 വരുന്നത്. അതനുസരിച്ച് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യം നന്നായി പോകണമെങ്കിൽ 33% ഫോറസ്റ്റ് വേണം. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഫോറസ്റ്റിന്റെ അളവെന്ന് പറയുന്നത് വെറും എത്രയാണ്, 23.3% ആണ്. അത് അത്ര നല്ലൊരു കാര്യമല്ല. ഈവൻ ദോ 18.11 ആയിട്ടുള്ളത് കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ ഡിസൈഡ് വാല്യൂ ആയിട്ടുള്ള 33 എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എക്കോളജിക്കൽ ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. അതായത് പല മൃഗങ്ങളും മറ്റ് പ്രശ്നങ്ങൾക്കും ഇതിനൊരു കാരണമായിട്ട് മാറും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ലാൻഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത ലാൻഡ് അല്ലേ, അതായത് എന്താണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചർ യൂസിനുള്ള ലാൻഡ്. ഇനി വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? പാറകൾ, അതുപോലെ എന്താണ് ഡെസേർട്ട്, ഏറിഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മരുഭൂമി പോലത്തെ സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ സെറ്റിൽമെന്റ്, റെയിൽവേ, ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ എന്താണ് നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ലാൻഡുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റിൽമെന്റും റോഡും റെയിൽവേയും ഡെവലപ്മെന്റും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, കണ്ടിന്യൂസ് യൂസ് ഓഫ് ലാൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് അല്ലേ. കൃത്യമായി ലാൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും സത്യത്തിൽ എന്തിനു വേണ്ടി കാരണമാവുകയാണ്? ലാൻഡ് ഡീഗ്രഡേഷന് കാരണമായിട്ട് മാറും. സോ എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ? അതിൻ്റെ കാരണങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ലാൻഡ് ഡീഗ്രഡേഷൻ കൺസർവേഷൻ മെഷേഴ്സ്. നമ്മുടെ 95% ആവശ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ലാൻഡാണ്. പക്ഷേ നമ്മുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാണ്? പലപ്പോഴും ലാൻഡിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, നാച്ചുറലി നടക്കുന്ന ആ പറയുന്ന ഡീഗ്രഡേഷൻ പ്രോസസ്സിനെയൊക്കെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യാണ്? അതിനെ സ്പീഡപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം. ഡീഫോറസ്റ്റേഷൻ, ഓവർഗ്രേസിങ്, മൈനിങ്, ക്വാറിയിങ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനനശീകരണം, കാടൊക്കെ നമ്മൾ വെട്ടിത്തെളിച്ച് ലാൻഡുകൾ അല്ലെ, വീടും ബിൽഡിങ്ങും റോഡും ഒക്കെ വയ്ക്കുന്നു. ഓവർഗ്രേസിങ്, കാറ്റിൽ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കൂടുന്നു. അപ്പോൾ അത് കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഈ ചെറിയ ഹെർബ് പോലത്തെ ചെടികളൊക്കെ ഇല്ലാതാവുന്നു. അങ്ങനെ ലാൻഡിലുള്ള ചെറിയ ചെടികൾ പോകുമ്പോൾ ആ ലാൻഡ് എന്ത് ചെയ്യും? വേസ്റ്റ് ലാൻഡായിട്ട് മാറും. എന്ന് വെച്ചാൽ ഈ ചെറിയ ചെടികളൊക്കെ ഒരു ലാൻഡിലുള്ളതാണ് അവിടുത്തെ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് പറ്റും? മഴയത്ത് ടോപ്പ് സോയിൽ റിമൂവ് ആയിട്ട് അത് യൂസ് ഇല്ലാത്ത സ്ഥലമായിട്ട് മാറും. മൈനിങ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ KGF ഒക്കെ കണ്ടതാണ് അല്ലേ. എന്താണ് നടക്കുന്നത്? ഭൂമിയെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ ഭൂമി വരുമോ സ്വന്തമായിട്ട്? ഇല്ല. സോ ആ സ്ഥലം യൂസ് ഇല്ലാതെ മാറുകയാണ്. ക്വാറിയിങ്, പാറകൾ പൊട്ടിച്ചെടുക്കുന്നു, മലകളെ പൊട്ടിച്ചെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കാരണങ്ങളാണ് ലാൻഡ് ഡീഗ്രഡേഷൻ. സോ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? മൈനിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ മിനറൽസ് വേണമെങ്കിൽ നമുക്ക് മൈൻ ചെയ്തെടുക്കണം. മൈനിങ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പുള്ള കാടൊക്കെ വെട്ടി തളിക്കണം. അപ്പോൾ എന്ത് പറ്റും? അത് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകും. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന മറ്റൊരു കാര്യം ഓവർഗ്രേസിംഗ് ആണ്. നമ്മൾ പറഞ്ഞു, കാരണം ഇവിടെയൊക്കെ കാറ്റിൽ പോപ്പുലേഷൻ, കന്നുകാലികളുടെ അളവ് കൂടുതലാണ്. അപ്പോൾ കന്നുകാലികൾ വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നെക്സ്റ്റ്, പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 80% ലാൻഡ് കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃഷി നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ അമിതമായിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഓവർ ഇറിഗേഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ ഒരു സീസൺ മൊത്തം അല്ലെങ്കിൽ ഒരു വർഷം മൊത്തം കൃഷി ചെയ്യുക. ചെടിക്ക് വെള്ളം ആവശ്യമാണ്, മിനറൽസ് ആവശ്യമാണ്, ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റും? വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും മണ്ണിന്റെ സലൈനിറ്റി നഷ്ടപ്പെടുകയും, അതുപോലെ എന്താണ് ആൽക്കലൈനിറ്റി, സലൈനിറ്റി നഷ്ടപ്പെടുക എന്നുള്ള സലൈൻ അല്ലെങ്കിൽ ആൽക്കലൈനായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? മിനറൽസ് ഒക്കെ നഷ്ടപ്പെട്ട് മണ്ണും ഉപയോഗം ഇല്ലാതായിട്ട് മാറുകയാണ്. അപ്പോൾ അമിതമായിട്ട് കൃഷി ചെയ്യുന്നതും എന്തിനു കാരണമാണ്? ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാണ്. ഇനി മൈനിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ലൈം സ്റ്റോൺ, സിമെന്റ് ഫാക്ടറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെ പ്രധാനമായിട്ടും ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ വരും. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലാൻഡ് ഡീഗ്രഡേഷൻ എങ്ങനെ കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ
ഈ പറയുന്ന മണ്ണെല്ലാം പോയി സെറ്റിൽ ചെയ്യുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ സ്ഥലത്തിന് മൊത്തം അങ്ങ് കവർ ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മണ്ണിലോട്ട് വെള്ളം ഇറങ്ങിപ്പോകുന്ന ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ഈ ഹോളുകളൊക്കെ ഇത് സത്യത്തിൽ എന്ത് ചെയ്യാണ്, ഇത് നൈസായിട്ട് അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അടയ്ക്കുന്നത് കാരണം എന്ത് പറ്റും, അവിടുത്തെ വെള്ളം ഇറങ്ങി പോകാതെ വെള്ളം കിട്ടാതെ അതൊക്കെ എന്തായിട്ട് മാറുകയാണ്, വേസ്റ്റ് ലാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഫുൾ കെമിക്കലുകളാണ്. ഇതൊക്കെ ലാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ലാൻഡ് എന്ത് ചെയ്യാണ്, യൂസ്ലെസ് ആയിട്ട് മാറും. അപ്പൊ എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഡീഫോറസ്റ്റേഷൻ മാറാനായിട്ട് അഫോറസ്റ്റേഷൻ കൊണ്ടുവരിക, വനങ്ങൾ വച്ചു പിടിപ്പിക്കുക, ഗ്രേസിങ്ങിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ മണ്ണിന്റെ നഷ്ടപ്പെടൽ സഹായിക്കുക അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷെൽട്ടർ ബെൽറ്റുകൾ ഉണ്ടാക്കുക. ഷെൽട്ടർ ബെൽറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, അപ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞത്. ഓവർ ഗ്രേസിങ് കുറയ്ക്കുക, മണ്ണുകൾ അല്ലെങ്കിൽ എന്താണ് സാൻഡ് ഡ്യൂൺസ്, മരുഭൂമിയിലെ കുന്നുകളൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുക, മരങ്ങളും ചെടികളൊക്കെ ഉപയോഗിച്ച്. വേസ്റ്റ് ലാൻഡിനെ പ്രോപ്പറായിട്ട് സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യുക. മൈനിങ് ആക്ടിവിറ്റീസും അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റുകളുടെ ഈ പറയുന്ന ഡിസ്ചാർജും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ലാൻഡിന്റെ ഡീഗ്രഡേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ലാൻഡിന്റെ യൂസും അതിന്റെ ഡീഗ്രഡേഷനും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോയിൽ എസ് എ റിസോഴ്സ് എന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ സോയിലിന്റെ ക്ലാസിഫിക്കേഷനും പഠിക്കും. നമുക്കിത് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.